Good afternoon. Okay, share ചെയ്തേക്കുന്ന സ്ക്രീൻ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ഫ്രണ്ട് ഓഫീസിന്റെ ലാസ്റ്റ് നമ്മൾ നോക്കിയത് CRM സോഫ്റ്റ്വെയറിന്റെ സാമ്പിൾ ആണ് അല്ലെ, രണ്ട് പിക്ചറാണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റത്തെ മെഡിക്കേഷൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്, പേഷ്യന്റ് മെഡിക്കേഷൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ്, അതിന്റെ ഒരു CRM സോഫ്റ്റ്വെയറിന്റെ പിക്ചറാണ് ഫസ്റ്റ്. രണ്ടാമത്തത് നമ്മൾ നോക്കിയത് അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ്, CRM സോഫ്റ്റ്വെയറിന്റെ ഒരു സാമ്പിള് ആണ്, അപ്പോയിന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തത് അല്ലെ. ഇത് രണ്ടെണ്ണം അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ദ മീനിങ്? വൈറ്റൽ, സുപ്രധാനമായ അല്ലെ, സുപ്രധാനമായ വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫ്രണ്ട് ഓഫീസ് ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഇവിടെ നിങ്ങൾക്ക് എക്സാമിന് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്, അല്ലെങ്കിൽ which of the following is not included in the vital functions of the front office, അങ്ങനെ ചോദിക്കാം കേട്ടോ. ആ ഒരു പോയിന്റുകൾ നോട്ട് ചെയ്യുക. 5 പോയിന്റ് ഉണ്ട്, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്നോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നോ ചോദിക്കാം. ഫസ്റ്റ് നോക്കിയേ, എന്തൊക്കെയാണ് ഫങ്ഷൻസ് നോക്കിയേ. ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. ടു ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ എന്താ? കണ്ടെത്തുക, ഐഡന്റിഫൈ ചെയ്യുക, കണ്ടെത്തുക. ആൻഡ് അനലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? വിശകലനം ചെയ്യുക. എന്താണ്? കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. എന്താണ് കസ്റ്റമറിന്റെ ആവശ്യങ്ങൾ അല്ലെ, അവർക്കുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, ഇനി കസ്റ്റമറിനുള്ള പേഷ്യൻസിനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവർക്കുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തുകയും അത് വിശകലനം ചെയ്യുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ ഫ്രണ്ട് ഓഫീസ് ചെയ്യുന്നതാട്ടോ. സുപ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് പറയുന്നത് പേഷ്യൻസിന്റെ അല്ലെങ്കിൽ കസ്റ്റമറിന്റെ നീഡ്സ്, ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും അനലൈസ് ചെയ്യുക അല്ലെ, ഐഡന്റിഫൈ ചെയ്യുക, അത് മനസ്സിലാക്കി അത് വിശകലനം ചെയ്യുക. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, റിക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺസ് ഫോർ കസ്റ്റമർ കംപ്ലൈന്റ്സ്. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത്? റിക്കഗ്നൈസ് ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചറിയുക. എന്തെന്നാ തിരിച്ചറിയുക? ദ മോസ്റ്റ് കോമൺ റീസൺസ്, ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ, കാരണം എന്തിനുള്ളത്? ഫോർ കസ്റ്റമർ കംപ്ലൈന്റ്സ്, കസ്റ്റമറിന്റെ പരാതികൾ അല്ലെ, കസ്റ്റമർ കംപ്ലൈന്റ്സിനുള്ള ഏറ്റവും സാധാരണമായിട്ടുള്ള റീസൺസ്, കാരണങ്ങള് എന്തൊക്കെയാണെന്ന് റിക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക. ഒത്തിരി പേര് കംപ്ലൈന്റ്സ് പറയുന്നത് അല്ലെങ്കിൽ അതിന് എന്താണ് കാരണം? കൂടുതൽ ആളുകള് കസ്റ്റമറിന് കംപ്ലൈന്റ്സ് ഉണ്ടാക്കുന്ന കാരണങ്ങള്, അതിന്റെ എന്താണ്? അതിന്റെ റീസൺ, കസ്റ്റമർ കംപ്ലൈന്റ്സിനുള്ള റീസൺ എന്താണ് എന്നുള്ളത് റിക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക. മൂന്നാമത്തെ പോയിന്റ്, ഡിസ്കവർ ദ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. ഓക്കെ, ഡിസ്കവർ കണ്ടെത്തുക. എന്താണ്? ടെക്നിക്കുകൾ കണ്ടെത്തുക. എന്തിനാ നോക്കിയേ? ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. നല്ലൊരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകള്, അത് കൾട്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വളർത്തിയെടുക്കുക എന്നുള്ള മീനിങ് കേട്ടോ. അത് വളർത്തിയെടുക്കുകയും അത് കണ്ടെത്തുകയും ചെയ്യുക. നമുക്കറിയാം ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റും അവിടെ വരുന്ന കസ്റ്റമറും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം അല്ലെ, നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് ഈ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ നല്ലൊരു ബന്ധം വളർത്തിയെടുക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള ടെക്നിക്കുകള്, അതിന് വേണ്ട ടെക്നിക്കുകള് എന്ത് ചെയ്യുക? കണ്ടെത്തുക.
discover techniques to cultivate and maintain special customer relationship. Then next നോക്കിയേ fourth point, assess your communication style. നമ്മുടെ communication style വിലയിരുത്തുക, assess ചെയ്യുക. assess your communication style. നമ്മുടെ communication, അവരോടുള്ള നമ്മുടെ communication ആ രീതികളെ വിലയിരുത്തുക. and use two-way communication skills to level with the people. കണ്ടോ, അവിടെ ആളുകളുടെ ലെവലുമായിട്ട്, ഇപ്പോ നമ്മൾ വരുന്ന എല്ലാ പേഷ്യൻസിലും ഒരേ ലെവലിലുള്ള പേഷ്യൻസ് ആയിരിക്കോ? ഒരേ ലെവലിലുള്ള പേഷ്യൻസ് ആയിരിക്കോ? അതായത് അവിടെ വരുന്ന പേഷ്യൻസിന്റെ ലെവൽ അനുസരിച്ച് അവരോട് എന്തുപയോഗിക്കണം നമ്മള്? ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അതായത് നമ്മൾ മാത്രം പറഞ്ഞാൽ മതി റേഡിയോ പോലെ, അവർക്കും അവരുടെ കാര്യങ്ങളും കൂടി കേൾക്കണ്ടേ, അവര് പറയുന്നതും കൂടി കേൾക്കണം അല്ലെ? അവിടെ എന്തുപയോഗിക്കണം? ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ പേഷ്യൻസിനോട്, ഫ്രണ്ട് ഓഫീസിൽ വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസിനോട് നമ്മളൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസുകള് അതെങ്ങനെ വേണം? അവരുടെ ലെവലുമായിട്ട്, ഓരോ ലെവലിലുള്ള പേഷ്യൻസ് അല്ലെ, അവര് പല ആളുകളാണ് വരുന്നത്, അവരുടെ ലെവൽ അനുസരിച്ച് തന്നെ അവരോട് നല്ലൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഒരു സ്റ്റൈൽ അത് അല്ലെങ്കിൽ സ്കില്ല് അത് ഉപയോഗിക്കുക. ടു അക്സെപ്റ്റ് ഫീഡ്ബാക്ക് ഫ്രം ദം, അതനുസരിച്ച് അവരിൽ നിന്ന് എന്ത് ചെയ്യണം? ഫീഡ്ബാക്കുകൾ സ്വീകരിക്കുക. ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലംസ്, അവരുടെ പ്രോബ്ലംസ് അല്ലെ, പ്രശ്നങ്ങള് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുക. ഇതെല്ലാം എങ്ങനെ വേണം? ആ ആളുകളുടെ ലെവൽ അനുസരിച്ച് വേണം. അതായത് ഓരോ കാറ്റഗറിയിലും ഓരോ ലെവലിലും വരുന്ന അല്ലെ, റിച്ച് ആയിട്ടുള്ളവരുണ്ട്, മീഡിയം ഉണ്ടാവും, പൂർ ആയിട്ടുള്ളവരുണ്ടാവുക, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരുണ്ടാവാം, എഡ്യൂക്കേഷൻ കുറഞ്ഞവരുണ്ടാവാം. അപ്പൊ എങ്ങനെയാണോ ആ ആളുകളുടെ ലെവൽ അനുസരിച്ച് തന്നെ അവരോട് അവരുടെ പ്രശ്നങ്ങള് ഡിസ്കസ് ചെയ്യാനും ഫീഡ്ബാക്കുകൾ സ്വീകരിക്കാനും ഒക്കെ നല്ലൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉപയോഗിക്കുക. Then last point നോക്കിയേ, identify specific problem in your customer service program. നമ്മുടെ കസ്റ്റമർ സർവീസ് പ്രോഗ്രാമിലുള്ള ആ പ്രശ്നങ്ങള്, പ്രോബ്ലങ്ങള് എന്താണെന്ന് മനസ്സിലാക്കുക. കസ്റ്റമർ സർവീസ് പ്രോഗ്രാമിലെ ആ കസ്റ്റമർ സർവീസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ, അതിലുള്ള പ്രശ്നങ്ങള്, പ്രത്യേക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുകയും പിന്നെ ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ്, അവിടെ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റുകൾ അപ്ലൈ ചെയ്യുകയും ചെയ്യുക. എന്തൊക്കെയാണ് അതിന് റെമഡി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ആ ട്രീറ്റ്മെന്റ് അവിടെ അപ്ലൈ ചെയ്യുകയും ചെയ്യുക. അപ്പൊ അത്രയും ഫ്രണ്ട് ഓഫീസിന്റെ വൈറ്റൽ ഫങ്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. വൈറ്റൽ ഫങ്ഷൻസ് അങ്ങനെ തന്നെ എടുത്ത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പൊ ഈ 5 പോയിന്റ്സും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇൻക്ലൂഡ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഒന്ന് വായിച്ചു കഴിഞ്ഞാല് ഈ പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ? ഓക്കെ, ഈ പോയിന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പാകത്തിന് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഇനി ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ 5 വൈറ്റൽ ഫങ്ഷൻസ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സുപ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ്. ഇനി ഇവിടെ അത് കൂടാതെ ഫ്രണ്ട് ഓഫീസിലുള്ള വേറെ കുറച്ച് ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ പേരുകൾ പഠിച്ചു വെക്കണം. എന്തൊക്കെയാന്നൊക്കെ? ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് കേട്ടോ. ഓക്കെ, രജിസ്ട്രേഷൻ. ഫസ്റ്റ് അവര് ഫ്രണ്ട് ഓഫീസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇത്, രജിസ്ട്രേഷൻ. അപ്പോയിന്റ്മെന്റുകളൊക്കെ എടുക്കില്ലേ, രജിസ്ട്രേഷൻ എന്നുള്ളത് ഫസ്റ്റ് വൺ, രജിസ്ട്രേഷൻ. രണ്ടാമത്തെ നോക്കിയേ, ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. ഗസ്റ്റുകൾക്ക് ഉള്ള ഇൻഫർമേഷൻസ് കൊടുക്കണം. പിന്നെ മൂന്നാമത്തെ ഫംഗ്ഷൻ ക്യാഷ് കളക്ഷൻ. പൈസ കളക്ട് ചെയ്യണ്ടേ, ക്യാഷ് കളക്ട് ചെയ്യുക. അടുത്തത് ഫോർത്ത് ഫംഗ്ഷൻ, ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്. ഫ്രണ്ട് ഓഫീസിൽ എൻക്വയറിക്ക് വരൂലേ, അല്ലെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ എൻക്വയറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. അടുത്ത നോക്കിയേ, റിപ്പോർട്ട് മേക്കിംഗ്. റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ഇങ്ങനെ 5 ഫംഗ്ഷൻ ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഫ്രണ്ട് ഓഫീസിലെ. അപ്പൊ ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് രജിസ്ട്രേഷൻ എന്നുള്ളത്. ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് രജിസ്ട്രേഷൻ.
The patient or guest coming for treatment or willing to show a consultant. അല്ലെ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്ന പേഷ്യൻസ് അല്ലെ പേഷ്യൻസ് അല്ലെങ്കിൽ കൺസൾട്ടന്റിന് വേണ്ടി കൺസൾട്ടന്റിന് വേണ്ടി വരുന്ന പേഷ്യൻസിനെയൊക്കെ എന്ത് ചെയ്യണം രജിസ്റ്റർ ചെയ്യണം അല്ലെ അതാണ് ഒന്നാമത്തെ ഒരു ഫംഗ്ഷൻ രജിസ്ട്രേഷൻ. The patient or guest coming for treatment or willing to show a consultant. അല്ലെ കൺസൾട്ടന്റിന് തയ്യാറായിട്ട് വില്ലിംഗ് ആയിട്ട് വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന പേഷ്യൻസിനെയൊക്കെ രജിസ്റ്റർ ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. അതിൽ 2 പോയിന്റ് ആയിട്ട് വീണ്ടും സബ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. രജിസ്റ്ററിംഗ് ഗസ്റ്റുകളെ രജിസ്റ്റർ ചെയ്യുക. The hospital need to keep a complete register of guests essential for other department as well. ഇപ്പൊ നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യും അല്ലെ അപ്പൊ നമ്മൾക്കിടെ ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ അവിടെ ഉണ്ടായിരിക്കും അല്ലെ നമ്മുടെ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു രജിസ്റ്റർ ഉണ്ടായിരിക്കും. അത് ഫ്രണ്ട് ഓഫീസിലേക്ക് വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. പല ഡിപ്പാർട്ട്മെന്റുകളിലും ആവശ്യമാണ് അതല്ലേ. ചാപ്റ്റർ ഫ്രണ്ട് ഓഫീസ് നമ്പർ 1 8ാമത്തെ ചാപ്റ്റർ ആട്ടോ. 8ാമത്തെ ചാപ്റ്റർ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് പേപ്പറിലെ 8ാമത്തെ ചാപ്റ്റർ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നേ അതായത് ഇവിടെ പറഞ്ഞേക്കുന്നത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് പേജ് നമ്പർ കൂടി ഇവിടെ ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. നോക്കി അപ്പൊ നമുക്ക് ഈ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടാകും അല്ലെ. മെഡിക്കൽ റെക്കോർഡ് അഡ്മിഷൻ ബില്ലിംഗ് വാർഡ് അതേഴ്സ് മറ്റുള്ള ഡീറ്റെയിൽസും പേഷ്യന്റ് പേഴ്സണൽ ഡേറ്റാസ് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതെന്ന് പറഞ്ഞാൽ അത് ആ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി മാത്രമല്ല അത് പല ഡിപ്പാർട്ട്മെന്റിൽ ആ ഡേറ്റാസ് യൂസ്ഫുൾ ആണ് അല്ലെ. അതാണ് പറഞ്ഞേക്കുന്നത് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള ഗസ്റ്റിന്റെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ആവശ്യമായിട്ടുള്ള ഗസ്റ്റിന്റെ ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ പൂർണ്ണമായിട്ടുള്ള ഒരു രജിസ്റ്റർ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കേണ്ടത് ഓരോ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ഫംഗ്ഷനാണ് ഉത്തരവാദിത്വമാണ്. അത് ഹോസ്പിറ്റലിൽ ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ സൂക്ഷിക്കുക എന്നുള്ളത് എവിടെയാണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് ഒരു ഫംഗ്ഷൻ ആണ് പ്രവർത്തനമാണ് കേട്ടോ. അത് എന്തൊക്കെയാന്ന് നോക്കി എന്തൊക്കെ രജിസ്റ്ററുകളാണ് എന്നുള്ളതാണ് താഴെ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നേക്കണം കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് അതിന്റെ ഡീറ്റെയിൽ ഉണ്ടാവും. അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്റ്റർ ഉണ്ടാവും. ബില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത് ഉണ്ടാവും. വാർഡ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് വാർഡുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട് രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട് അതേഴ്സ് മറ്റുള്ള രജിസ്റ്റേഴ്സും. അപ്പൊ അങ്ങനെ ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ അത് എന്തിനു വേണ്ടിയാ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന്റെ ഒരു കംപ്ലീറ്റ് രജിസ്റ്റർ സൂക്ഷിക്കേണ്ടത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസിന്റെ ഒരു ഫംഗ്ഷനാണ്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കിയാൽ രജിസ്റ്റർ ഏതൊക്കെയാണ് ഫ്രണ്ട് ഓഫീസിൽ സൂക്ഷിക്കുന്നത്. മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്, അഡ്മിഷൻ ഉണ്ട്, ബില്ലിംഗ് ഉണ്ട്, വാർഡ് ഓർ ഡയഗ്നോസിസ് അതേഴ്സ്. അതൊന്നാണ് അവിടെ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അതിന്റെ പോയിന്റ് ആയതുകൊണ്ടാട്ടോ അണ്ടർലൈൻ ചെയ്താൽ പറഞ്ഞേക്കണേ. അത് 5 പോയിന്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ നമ്മൾ ഏതൊക്കെയാണ് രജിസ്റ്റർ എന്നുള്ളതാ പറഞ്ഞേക്കണത്. അത് 5 എണ്ണം ഒന്ന് ടിക്കറ്റ് വെക്കാം. ഇനി നെക്സ്റ്റ് രണ്ടാമത് നോക്കിയേ ഡേറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യുക. അതായത് പേഴ്സണൽ ഡേറ്റാസ്. നമ്മള് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് ചോദിക്കൂലേ. പേര് ചോദിക്കും, അഡ്രസ് ചോദിക്കും, ഫോൺ നമ്പർ ചോദിക്കും അല്ലെ. ഇതൊക്കെ ചോദിക്കാറില്ലേ. അങ്ങനെയുള്ള പേഴ്സണൽ ഡേറ്റാസ് ചോദിക്കൂലേ. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഈ ഡേറ്റാസ് വേണം, പേഴ്സണൽ ഡേറ്റാസ് വേണം. എനി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫൈബിൾ നാച്ചുറൽ പേഴ്സൺ അല്ലെ. അതായത് ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, അവരെ തിരിച്ചറിയാൻ വേണ്ടി അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് പേഴ്സണൽ ഡേറ്റാസ്.
പേഴ്സണൽ ഡാറ്റാസും എന്ത് ചെയ്യുന്നു, അതിന്റെ ഒരു രജിസ്ട്രേഷൻ സമയത്ത് അതിന്റെ ഡേറ്റാസും എന്ത് ചെയ്യുന്നു, ഫ്രണ്ട് ഓഫീസിൽ മേടിക്കും. ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പേഴ്സണൽ ഡാറ്റാസും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഏജ്, നെയിം, അഡ്രസ്, ഫോൺ നമ്പർ. എക്സാമ്പിൾ കൊടുത്തേക്കണേ കേട്ടോ, ഈ കൂട്ടത്തിൽ ഉണ്ടാകാം. ഇവിടെ ഇപ്പൊ 3 തന്നിട്ടുള്ളൂ. നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള പേഴ്സണൽ ഡേറ്റാസ്. അതെന്തിനാ? അതൊരു പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, അല്ലെ? ഐഡന്റിഫൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ, പേഴ്സണൽ ഡേറ്റ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വിട്ടോ കേട്ടോ, പേഴ്സണൽ ഡാറ്റ എന്നുള്ളത്. എനി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫൈബിൾ നാച്ചുറൽ പേഴ്സൺ. ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, പേഴ്സണൽ ഡാറ്റാസ്. ഇനി അടുത്ത് നോക്കിയേ, രണ്ടാമത്തെയാണ്. അപ്പൊ ഫസ്റ്റ് ഏതാണ്? രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷനിൽ 2 നമ്മൾ സബ് പോയിന്റ് ആയിട്ട് പറഞ്ഞു. രജിസ്റ്ററിംഗ് ഗസ്റ്റ്, ഗസ്റ്റുകളെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ എന്താണ്? രജിസ്ട്രേഷന് ആവശ്യമായിട്ടുള്ള ഡേറ്റാസ്, അല്ലെ, അത് കളക്ട് ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ ഡേറ്റാസ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. ഗസ്റ്റിനായിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് വരുന്ന ഗസ്റ്റില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റത്തെയാണ് ടാരിഫ്. ടാരിഫ് എന്ന് പറഞ്ഞ റേറ്റ് ആട്ടോ, ഒന്ന് എഴുതി വെച്ചോടെ. ടാരിഫ്, 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 റേറ്റ്, RATE. ഒരു ഹോസ്പിറ്റല് കൊടുക്കുന്ന സർവീസിന് ഒരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ ചെന്ന് ചോദിച്ചാൽ മതി, ഇന്ന ട്രീറ്റ്മെന്റിന് അല്ലെങ്കിൽ ഇന്ന ടെസ്റ്റിന് എത്ര രൂപയാകും എന്നുള്ളത് അവിടെ നമുക്ക് ചോദിക്കാം, അല്ലെ? ഫ്രണ്ട് ഓഫീസിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാൻ പറ്റും. അപ്പൊ ഗസ്റ്റിന് കൊടുക്കുന്ന ഇൻഫർമേഷൻ അതിൽ എന്താണ്, എന്തൊക്കെ വരുന്ന റേറ്റുമായി ബന്ധപ്പെട്ട്, അതായത് ആ ഹോസ്പിറ്റൽ കൊടുക്കുന്ന സർവീസ്, അല്ലെ, അതിനൊരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ടാവും. ഓരോ സർവീസിനും ഒരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ടാവും. അതുമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഗസ്റ്റിന് കൊടുക്കും. രണ്ടാമത്തെ നോക്കിയേ, സീനിയർ സിറ്റിസൺ ക്ലബ്ബ്. സീനിയർ സിറ്റിസൺ ക്ലബ്ബ് എന്താണ്? സീനിയർ സിറ്റിസൺ ക്ലബ്ബ് എന്ന് പറയാൻ, പ്രൊവൈഡ് എ ഫ്രണ്ട്ലി വെൽക്കമിംഗ് പ്ലേസ് ഫോർ സോഷ്യൽ ആക്ടിവിറ്റീസ്, ഏജ് 60 ഓർ മോർ ദാൻ 60, അല്ലെ? 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവരല്ലേ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത്, അതിനു വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടോ. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെൽക്കമിംഗ് ആയിട്ടുള്ള പ്ലേസ് ഫോർ സോഷ്യൽ ആക്ടിവിറ്റീസ്, അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആ പ്ലേസ്, അങ്ങനെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അതർ പാക്കേജ്, മറ്റുള്ള പാക്കേജുകൾ എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകളിലെ ചെക്കപ്പുകളൊക്കെ ഇല്ലേ, ഹെൽത്ത് ചെക്കപ്പുകളെ കുറിച്ചൊക്കെ ഇൻഫർമേഷൻ കൊടുക്കും. ഇന്ന ചെക്കപ്പുകൾ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്, ഇത്ര രൂപ റേറ്റ് ആണ്, അത് ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അതിനിങ്ങനെയാണ്. അങ്ങനെ അതാണ് മറ്റുള്ള പാക്കേജുകൾ എന്ന് പറയുന്നത്. എന്താ? ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ പേഷ്യൻസിന് കൊടുക്കും, അല്ലെങ്കിൽ ഗസ്റ്റിന് കൊടുക്കും. അവിടെ ഒന്ന് എഴുതി വെച്ചോട്ടെ വേണമെങ്കിൽ, ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, പാക്കേജുകൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ബോഡി ചെക്കപ്പ്, ഫുൾ ബോഡി ചെക്കപ്പ്, അങ്ങനെയുള്ളതൊക്കെയാണ് അതർ പാക്കേജിൽ വരുന്നത്. പിന്നെ നോക്കിയേ, അതർ ഇൻവെസ്റ്റിഗേഷൻ, മറ്റുള്ള ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ഓർ ഡയഗ്നോസ്റ്റിക്, ലബോറട്ടറിയോ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്, എക്സ്റേ, റേഡിയോളജിക്കില്ലേ, അങ്ങനെയുള്ളത്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കും. അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി ഓർ ഡയഗ്നോസ്റ്റിക്. പിന്നെ നോക്കിയേ, എമർജൻസി ഓർ ഇൻപേഷ്യന്റ്, എമർജൻസി അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഇൻഫർമേഷൻസ് കൊടുക്കും. ഇങ്ങനെ ഈ പറയുന്ന ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചും ഇൻഫർമേഷൻ കൊടുക്കുന്ന ഫ്രണ്ട് ഓഫീസിൽ നിന്നാണ് കേട്ടോ. അപ്പൊ അതാണ് ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻ. അതിൽ ഏതൊക്കെയാ വരുന്നത്? താരിഫ്, റേറ്റ് പറഞ്ഞു കൊടുക്കും, സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, ദെൻ അതർ പാക്കേജുകള്,
then other investigation, laboratory or diagnostic, emergency or inpatient. എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ്, ഇൻപേഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒപിയിലൊക്കെ വന്ന് ഡോക്ടറെ കണ്ടുപോകുന്നില്ലേ, അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഈ നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ ആണ് ക്യാഷ് കളക്ഷൻ. ക്യാഷ് കളക്ട് ചെയ്യുക, പൈസ മേടിക്കുക. നമ്മൾ ഇതൊക്കെ ചെന്ന് ഓരോ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും ഡോക്ടറിനെ കാണുമ്പോഴും മെഡിസിൻസ് തരുമ്പോഴും ഒക്കെ പൈസ അടയ്ക്കൂലേ, നമ്മൾ ബില്ല് അടയ്ക്കൂലേ, അല്ലെ? ക്യാഷ് കളക്ട് ചെയ്യുക എന്നുള്ളത് മറ്റൊരു ഫംഗ്ഷൻ ആണ് ഫ്രണ്ട് ഓഫീസിന്റെ. ഓക്കെ, the registered amount to be collected from the guest and should be deposited to the cash at the end of the day, like or before closing the counter, hand over to another person. നമുക്കറിയാം, ഇപ്പൊ നമ്മള് ഈ റിസപ്ഷനിലൊക്കെ ഇരിക്കുന്നവർക്ക് അറിയാം, ക്യാഷ് അവരിപ്പോ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് അവര് ഇതാവൂലേ, ഇപ്പൊ നമുക്ക് രാവിലെ മോർണിംഗ് 8 മണി തുടങ്ങി 5 മണി വരെയാണ് അവർക്ക് ആ സമയമെങ്കിൽ അവര് ആ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, അന്നത്തെ അവര് ആ കളക്ട് ചെയ്ത ക്യാഷ് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യണ്ടേ? എന്നിട്ട് നെക്സ്റ്റ് ആള് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ എല്ലാം എന്താ അത്രയും നേരം ചെയ്ത എല്ലാ കാര്യങ്ങളും അവര് ബില്ലുകൾ കാര്യങ്ങള് ക്യാഷ് ഒക്കെ സെറ്റ് ചെയ്യണം. അതാ പറഞ്ഞേക്കുന്നത്. കണ്ടോ, രജിസ്റ്റേർഡ് amount to be collected from the guest. ഗസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ പേഷ്യൻസിൽ നിന്നും ഒക്കെ വാങ്ങുന്ന പൈസ ഇല്ലേ, അത് എന്ത് ചെയ്യണം, should be deposited to the cash at the end of the day. ആ ക്യാഷിൽ അവരത് ഡെപ്പോസിറ്റ് ചെയ്യണം. or before closing the counter, അല്ലെങ്കിൽ കൗണ്ടർ ക്ലോസ് ചെയ്യൂലേ, അപ്പത്തേക്കും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ നമ്മളത് മറ്റവർക്ക് ഹാൻഡ് ഓവർ ചെയ്യൂലേ. അപ്പൊ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും നേരം നമുക്ക് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ക്യാഷ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ. മനസ്സിലാവുന്നില്ലേ? അത് മനസ്സിലായില്ലേ? അത് ക്യാഷ് കളക്ഷൻ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഡ്യൂട്ടി മാറി അടുത്ത ആള് ഡ്യൂട്ടിയിലേക്ക് കയറുമ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യണം, അത്രേ ഉള്ളൂ. വലിയ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം പൈസയും എല്ലാം ക്ലോസ് ചെയ്യണം, ക്ലിയർ ചെയ്യണം. ഓക്കെ, അടുത്തതാണ് ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്. അടുത്തത് എന്തെങ്കിലും വിവരങ്ങൾ അല്ലെങ്കിൽ എൻക്വയറി, അല്ലെ? ഇപ്പൊ പേഷ്യൻസ് നമ്മൾ പറഞ്ഞല്ലോ, ഫ്രണ്ട് ഓഫീസിലാണ് ഒരു പേഷ്യൻസ് ഒക്കെ അല്ലെങ്കിൽ ടെസ്റ്റുകൾ ആദ്യം വരുമ്പോ കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ്, അല്ലെ? അപ്പൊ അവർ എന്തെങ്കിലും അന്വേഷണങ്ങൾ നടത്താം ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ഒരു പേഷ്യന്റിന് കാണാൻ വരികയാണ്, അല്ലെ? അപ്പൊ ചോദിക്കാം, എവിടെയാണ് കിടക്കുന്നത്, അല്ലെ ഏത് റൂമിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങള് ആ ഹോസ്പിറ്റൽ കൊടുക്കുന്ന സർവീസ് എന്തെങ്കിലും ആവട്ടെ, അല്ലെ? എന്തായാലും ഒരു എൻക്വയറി അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഫ്രണ്ട് ഓഫീസിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ ആവണം അത്? റൂഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺ അറ്റ് സ്ട്രെങ്ത്. ഒരു കോട്സ് പോലെ അവിടെ തന്നേക്കാം കേട്ടോ. റൂഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? റൂഡ്നെസ് പരുഷത, പരുക്കൻ സ്വഭാവം ഇല്ലേ, പരുക്കൻ സ്വഭാവം. എല്ലാം ചെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തോടു കൂടി സംസാരിക്കുക, അല്ലെ? പരുഷത അല്ലെ പരുക്കൻ സ്വഭാവം. ഈസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. എന്താ പറഞ്ഞേക്കുന്നത്? എന്താണ് അത് മീനിങ്? ഒരു പരുഷത എന്ന് പറയുന്നത് ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ദുർബല വ്യക്തിയുടെ ശക്തിയുടെ ശ്രമമാണ്. എന്താ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത്? ആ ഒരു കോഴ്സിന്ന് ഇപ്പൊ നമ്മളെ ആരെങ്കിലും നമ്മളോട് ഒരു ദേഷ്യം, നമ്മളോട് ഒരു കാര്യം ചോദിച്ചു എന്ന് വിചാരിക്കാം. അപ്പോ ഞാന് എന്താ പറയാ, എനിക്ക് അതിനെ കുറിച്ച് ഞാൻ കോൺഫിഡന്റ് ആണ്, എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയുമെങ്കിൽ ഞാൻ എന്താ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യും, അല്ലെ? ഇപ്പൊ എനിക്ക് അതേ കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മുടെ ഒരു ശക്തി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടി എനിക്ക് ദേഷ്യപ്പെടാം. ഇപ്പൊ എനിക്കത് പറഞ്ഞു തരാൻ സമയമില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇത് കാണിക്കൂലേ? അത് ശരിക്കും ആക്ച്വലി എന്താണ് അവിടെ പറയുന്നത്? ഒരു പരിശുദ്ധ എന്ന് പറയാൻ, അല്ലെങ്കിൽ പരുക്കൻ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ദുർബല ശക്തിയുടെ എന്താ പറയാ, ആ ഒരു വ്യക്തിയുടെ ആ ദുർബലതയെ കാണിക്കുന്നതാണെന്ന്. മനസ്സിലായോ? അത് കോഴ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ജസ്റ്റ് എങ്കിലും ഒന്ന് മീനിങ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ.
അപ്പൊ അതായത് ആ ദേഷ്യം കാണിച്ചു കഴിഞ്ഞാല് എന്താ പറയാ, പിന്നെ ഒന്നും നമ്മളോട് വീണ്ടും ചോദിക്കൊന്നുമില്ലല്ലോ. എന്തെങ്കിലും എൻക്വയറി നടത്തുമ്പോൾ നമ്മള് എന്തെങ്കിലും ഡീറ്റെയിൽ നമ്മളോട് ചോദിച്ചു, അപ്പൊ ഞാൻ ഇത്തിരി തിരക്കിലാണ്, പിന്നെ ആവട്ടെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുക, അല്ലെ ആരും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൽ നിന്ന് നമ്മളൊന്ന് ഒഴിഞ്ഞു മാറുന്ന പോലെയാണ് അല്ലേ. അതായത് ആ വ്യക്തിയുടെ ഈ പേഴ്സൺ കണ്ട അവിടെ പറഞ്ഞേക്കുന്നത് ഒരു പരുക്ക സ്വഭാവം എന്നുള്ളത് ഒരു ദുർബല ശക്തി, ഒരു വ്യക്തിയുടെ അവർക്കുടെ ഒരു ശക്തിയുടെ ശ്രമമാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനി നോക്കിയേ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി ഹാൻഡിലിംഗ് അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. ഫസ്റ്റ് നോക്കിക്കോട്ടോ, എന്താണ് ബി കൺസിഡറേറ്റ്, ഫ്രണ്ട്ലി ആൻഡ് കേഴ്സിയസ്. ഇത് ചോദിക്കാം കേട്ടോ. നമ്മളൊരു എൻക്വയറി കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ അവിടുത്തെ ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനിസ്റ്റ് അവര് എങ്ങനെയായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെ വേണം. ബി കൺസിഡറേറ്റ്, ഫ്രണ്ട്ലി ആൻഡ് കേഴ്സിയസ്. എങ്ങനെ വേണം നമ്മള് അവരെ കൺസിഡർ ചെയ്യണം, അവർക്കൊരു പരിഗണന കൊടുക്കണ്ടേ. ഇവിടെ ഒത്തിരി പേര് വർക്കൊക്കെ ചെയ്യണവരുണ്ടല്ലോ, റിസപ്ഷനിലെ ഫ്രണ്ട് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന. ഞാൻ ആദ്യമായിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നേ, എനിക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ എൻക്വയറി, എനിക്ക് ചിലപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല. അപ്പൊ ഞാൻ ആദ്യം റിസപ്ഷനിൽ ചെന്ന് ചോദിക്കുമ്പോഴോ അവരെ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത്, കൺസിഡർ ചെയ്യണം, അവരെ പരിഗണിക്കണം. മനസ്സിലായോ? അവരെ പരിഗണിക്കണം. എന്താണ് അവരാണ് ചോദിക്കുന്നത്, അവർക്ക് ഒരു പരിഗണന കൊടുക്കണം. പിന്നെ അടുത്ത കേഴ്സിയസ്. കേഴ്സി എന്ന് വെച്ചാൽ എന്താ, ഒരു മര്യാദ അല്ലെ, ഒരു സൗഹൃദവും അവരോട് ഒരു മര്യാദയും കാണിക്കണം. കേഴ്സി. ഫ്രണ്ട്ലി ആൻഡ് കേഴ്സിയസ്, അവരോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം അല്ലെ, നല്ല ഫ്രണ്ട്ലി ആയിട്ട്, അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഓപ്പൺ മൈൻഡ് ആയിട്ട് അല്ലെ, ഫ്രണ്ട്ലി ആയിട്ടും അവരോട് മര്യാദയോടും കൂടി പെരുമാറണം. കേഴ്സിയസ്. ഇതൊക്കെ മനസ്സിൽ വെച്ചോളണം കേട്ടോ. നിങ്ങളൊക്കെ ആ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി വരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കേണ്ട കാര്യമാണ് എന്ത് ചെയ്യണം, നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാവരെയും കൺസിഡർ ചെയ്യണം, ഫ്രണ്ട്ലി ആയിട്ട് അവരോട് കേഴ്സിയസ്, മര്യാദയോട് കൂടി തന്നെ പെരുമാറണം. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കിയേ, പ്രാക്ടീസ് കേഴ്സി. എന്താണ്, മര്യാദ ശീലിക്കണം എന്ന്. സേ പ്ലീസ്. അതായത് നമ്മൾ വെറുതെ ചാടിക്കയറി പറയാതെ നമുക്ക് എന്താ പറയാ, ഒരു പ്ലീസ് എന്നുള്ളതില് നമ്മൾ തുടങ്ങുക. ഇപ്പൊ നമുക്ക് പറയാം പ്ലീസ് വെയിറ്റ് എ മൊമെന്റ്, നമ്മളിപ്പോ തിരക്കിലാണെങ്കിൽ സർ പ്ലീസ് വെയിറ്റ്, അങ്ങനെ ആ ഒരു എന്താ പറയാ, നമ്മളൊരു മര്യാദയായിട്ട് നമ്മുടെ ആ ഒരു സംസാരത്തില് നമ്മളൊരു ദയവായി നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക അല്ലെ, നമ്മളൊരു താഴെ നിന്നുകൊണ്ട് ഒരു പൊളൈറ്റ് ആയിട്ട് അവരോട് അങ്ങനെ ആ ഒരു മര്യാദ നമ്മൾ ശീലിക്കണം. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? മര്യാദ പരിശീലിപ്പിക്കുക, മര്യാദ ശീലിക്കുക. നമ്മൾ പറയുമ്പോൾ വെറുതെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടോ അങ്ങനെ പറയുന്നതും പ്ലീസ് വെയിറ്റ് അങ്ങനെ പറയണതും രണ്ടിലും ഡിഫറൻസ് ഇല്ലേ? അല്ലേ? ഇല്ലേ? നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുക അങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നതും സർ പ്ലീസ് വെയിറ്റ്, ആ ഒരു ഇതില്ലേ, ആ ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ട് ആ ഒരു ഇതില്. അപ്പൊ അങ്ങനെ നമ്മൾ അത് ശീലിക്കണം. പിന്നെ നോക്കിയേ, എക്സ്പ്ലെയിൻ. അവരെന്താ നമ്മളോട് ചോദിക്കുക, എന്തെങ്കിലും അവർക്ക് അറിയില്ലാത്ത കാര്യം എൻക്വയറി നടത്താനല്ലേ അതെ നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം അവരോട്. അവരെന്താ ചോദിക്കണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഡു ഇറ്റ് പേഷ്യന്റ്ലി. അതെങ്ങനെ വേണം, പേഷ്യന്റ്ലി, ശാന്തമായി അല്ലെങ്കിൽ ക്ഷമയോടെ അല്ലെ, പേഷ്യന്റ്ലി അവരോട് ക്ഷമയില്ലാതെ. ഇപ്പൊ ഞാനിപ്പോ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നതല്ലേ, പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാല് ഞാനത് ഇപ്പൊ എത്ര പ്രാവശ്യം നിങ്ങൾ ചോദിച്ചാലും ഞാനത് പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് ഇവിടെ ഇരുന്ന് അല്ലേ. നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് അറിയില്ല എന്നിട്ടല്ലേ ചോദിക്കുന്നേ. അപ്പൊ അത് ഞാനിപ്പോ ഒരു പ്രാവശ്യം പറഞ്ഞല്ലേ നിങ്ങൾ എന്ന് കേട്ടില്ലേ, അങ്ങനെ എനിക്ക് അങ്ങനെ പെരുമാറാൻ പറ്റില്ല അല്ലേ. അതുപോലെ തന്നെ എന്താ പറയാ, ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഇപ്പൊ ഒരു പ്രാവശ്യം ചിലർക്ക് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അത് ക്ലിയർ ആണെന്നില്ല, ചിലപ്പോ അവർ ഒന്നുകൂടി നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മള് എന്താ പറയാ, ആ ക്ഷമയോട് കൂടി തന്നെ വീണ്ടും അവരോട് ഒന്നുകൂടി അത് പറഞ്ഞു കൊടുക്കാൻ നമ്മളത് എന്താ പറയാ, നമ്മളത് ബാധ്യസ്ഥയായിരിക്കും. ക്ലിയർ ആയില്ലേ? തേർഡ് പോയിന്റ്, ക്ഷമയോട് കൂടി അവരോട് പറയുക, എക്സ്പ്ലെയിൻ ചെയ്യുക.
പിന്നെ നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് നോക്കിയേ, അക്കോമഡേറ്റ് ദ അതർ വ്യൂ പോയിന്റ്സ്. മറ്റുള്ളവരുടെ അല്ലെ മറ്റുള്ള കാഴ്ചപ്പാടുകളെ ഉൾക്കൊള്ളണം. എപ്പോഴും നമ്മൾ മാത്രല്ല, അതാ പറഞ്ഞേ, നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുക. എന്താണ് അതർ വ്യൂ പോയിന്റ്സ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടും കൂടി ഉൾക്കൊള്ളണം. Then allow criticism. അടുത്ത നോക്കി, അടുത്ത പോയിന്റ് എന്താ? allow criticism. വിമർശനം അനുവദിക്കുക. ഇനി അവര് നമ്മൾ എന്തെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ അതല്ലേ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നേ. ഇപ്പൊ നമ്മളെ എന്തെങ്കിലും നമ്മളുടെ ഒരു മോശമായിട്ടുള്ള കാര്യം അവര് ക്രിറ്റിസൈസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളോട് ക്ഷമയോടുകൂടി കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെ. എന്നിട്ട് എവിടെയാണ് നമുക്കൊരു മിസ്റ്റേക്ക് വന്നത് അത് നമ്മൾ തിരുത്തണം. അങ്ങനെ വേണ്ടി ചെയ്യാൻ. അതാണ് ക്രിറ്റിസിസം അനുവദിക്കുക എന്ന് പറയുന്നത്. എന്തെങ്കിലും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് എന്നുള്ളത് ക്ലിയർ ആക്കി നോക്കി അത് നമ്മൾ തിരുത്താൻ ശ്രമിക്കണം. വിമർശനം അനുവദിക്കാം. അതായത് എന്ത് പറഞ്ഞേക്കണം, ഒരു കാരണവശാലും നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ വരുന്ന ആ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ ഗസ്റ്റ് അല്ലെ, അവരോട് ഒന്നും നമ്മൾ ഒരു മോശമായിട്ടോ ഒരു പരിതമായിട്ടോ ഒന്നും സംസാരിക്കാൻ പാടില്ല. അവരെല്ലാവരെയും പരിഗണനയോട് കൂടിയും മര്യാദയോട് കൂടിയും ഒരു ഫ്രണ്ട്ലി മൈൻഡോട് കൂടിയും എല്ലാ കാര്യങ്ങളും ക്ഷമയോട് കൂടിയും ഒക്കെ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയി അവിടെ? ആ പോയിന്റ്സുകൾ എല്ലാവരും ഒന്ന് നോക്കി വെക്കണം കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഇനി ലാസ്റ്റ് ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ, റിപ്പോർട്ട് മേക്കിംഗ്. റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. എന്തൊക്കെ റിപ്പോർട്ടാ? സെൻസസ് റിപ്പോർട്ട്. സെൻസസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ വീട്ടിലൊക്കെ സെൻസസ് എടുക്കാൻ വരും അല്ലേ? അംഗൻവാടിയിലും ഒക്കെ ആശാവർക്കർമാരും ഒക്കെ സെൻസസ് എടുക്കാൻ വരും, അല്ലെങ്കിൽ ഹെൽത്തിനോ ഒക്കെ ആയിട്ടും സെൻസസ് എടുക്കാൻ വരും. എന്താണ് സെൻസസ് എന്ന് പറയുന്നത്? എന്താ ഇപ്പൊ ഹോസ്പിറ്റലിലെ സെൻസസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമില് എത്രത്തോളം പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ ഉണ്ട് അല്ലെ, ആ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുള്ളതാണ് ആ ഒരു സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ. അവിടുത്തെ പേഷ്യൻസിനെ കൗണ്ട് ചെയ്യുന്നതിനെയാണ് സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ മൊത്തം ആ ഹോസ്പിറ്റലിൽ എത്ര പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുണ്ട്, ഓരോ വാർഡിലും അല്ലെങ്കിൽ റൂമിലും മൊത്തത്തില്, അങ്ങനെ എല്ലാ ഒരു റിപ്പോർട്ടും ഫ്രണ്ട് ഓഫീസിൽ അവര് സൂക്ഷിക്കണം. അങ്ങനെയുള്ള റിപ്പോർട്ട് തയ്യാറാക്കണം. സെൻസസ് റിപ്പോർട്ട് അതായത് ആ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിന്റെ എണ്ണം, ആ പർട്ടിക്കുലർ ടൈമില് ഹോസ്പിറ്റലില് എത്ര പേഷ്യൻസ് ഉണ്ട്, അവരുടെ എണ്ണം കൃത്യമായിട്ട് അത് അവർക്ക് വേണം. മറ്റുള്ള റിപ്പോർട്ട്സുകൾ അല്ലെങ്കിൽ എന്താ പറയാ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതർ റിപ്പോർട്ട് അല്ലെ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റുള്ള റിപ്പോർട്ട്സുകൾ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ്. ആദ്യം നമ്മൾ വൈറ്റൽ ഫങ്ഷൻസ് 5 പോയിന്റ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ അടുത്തത് ഏതാണ്? ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. അതിൽ മെയിൻ ആയിട്ടും 5 പോയിന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. രജിസ്ട്രേഷൻ, ഡേറ്റ, ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, ക്യാഷ് കളക്ഷൻ, ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്, റിപ്പോർട്ട് മേക്കിംഗ്. അതാണ് 5 ഫങ്ഷൻസിൽ വരുന്നത്. പിന്നെ രജിസ്റ്ററിംഗ് ഗസ്റ്റില് നമ്മൾ പറഞ്ഞ രജിസ്റ്ററുകൾ ഏതൊക്കെയാണുള്ളത് നോട്ട് ചെയ്യുക. പിന്നെ പേഴ്സണൽ ഡേറ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്? നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, അതൊക്കെ പേഴ്സണൽ ഡേറ്റാസിൽ വരുന്നതാണ്. പിന്നെ നമ്മളെ ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റിനുള്ള ഇൻഫർമേഷൻസിൽ എന്തൊക്കെയാണ് വരുന്നത്? പിന്നെ ക്യാഷ് കളക്ഷൻ, ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്, അതൊന്ന് നോട്ട് ചെയ്യണം. എൻക്വയറി ആൻഡ് ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ പെരുമാറണം എന്നുള്ളത് കേട്ടോ. പിന്നെ അടുത്ത റിപ്പോർട്ട് മേക്കിംഗ്. നെക്സ്റ്റ് ആണ് ഡു യു നോ വൈ ദ കസ്റ്റമർ ലീവ്സ്. ഈ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യാറുണ്ട് അല്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് പോകാറില്ലേ? ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു ട്രീറ്റ്മെന്റ് എടുത്ത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ചെയ്യാതെ നമ്മൾ പോന്നിട്ടുണ്ടാകും. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്യാനുള്ള കാരണം എന്തൊക്കെയാണ്? 1% ഡൈ. 1% ആളുകൾ മരിക്കുന്നത്. മരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പേഷ്യന്റ് ഇല്ലല്ലോ, ആള് പോയില്ലേ, അങ്ങനെ ലീവ് ചെയ്യാം ഹോസ്പിറ്റലിൽ നിന്ന്. രണ്ടാമത്തെ നോക്കിയാൽ 3% മൂവ് എവേ. അവർ അകന്നു പോകാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും റീസണുകൾ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും കുറച്ച് ആളുകൾ അകന്നു പോകാം. മൂവ് എവേ, അകന്നു പോവുക.
5% develop other relationship. 5% ആളുകള് മറ്റുള്ള റിലേഷൻഷിപ്പ് ഡെവലപ്പ് വികസിപ്പിക്കുക അല്ലെ. മറ്റുള്ള റിലേഷൻഷിപ്പ് മൂലം 5% ആളുകള് എന്ത് ചെയ്യാം, ആ ഹോസ്പിറ്റലിൽ നിന്നും പോകാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ ഇത് എന്താ പറയാ, ഇപ്പൊ ബിന്ദു ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ഞാൻ ബിന്ദുവിന്റെ ഒരു റിലേറ്റീവ് ആണ്, അപ്പൊ ഞാൻ പറയുകയാണ് ബിന്ദുവിനോട് അവിടെ എന്താണ് അസുഖം എന്നൊക്കെ ചോദിച്ചു ഡോക്ടറെ കാണുകയെന്ന് പറയുമ്പോ ഞാൻ പറയാണ് എന്താ പറയാ, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടറാണ്, അതിന് മാത്രം സ്പെഷ്യലൈസ്ഡ് ആണ്, അപ്പൊ അവിടെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുന്നൊക്കെ പറയുമ്പോ അങ്ങനെ എന്റെ ഒരു അത് നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ മൂലം അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറാം. അപ്പൊ അങ്ങനെയും അതാ പറഞ്ഞേക്കണേ, മറ്റുള്ള റിലേഷൻഷിപ്പ് മൂലം ഹോസ്പിറ്റലിൽ നിന്നും 5% ആളുകൾ പോകാം. പിന്നെ നോക്കിയേ 9% ലീവ് ഫോർ കോമ്പറ്റേറ്റീവ് റീസൺസ്. മത്സര സ്വഭാവമുള്ള ഇത് കാരണം കൊണ്ട്, കോമ്പറ്റേറ്റീവ് മത്സര ഇതിന്റെ കാരണം കൊണ്ട് 9% ആളുകൾ പോകാം. അതായത് കോമ്പറ്റീഷൻ എന്നുള്ള ഇതിനകത്ത് ഇതിനകത്ത് പോകാം. ഡോക്ടർമാരെ തന്നെയാണെങ്കിൽ ഇതുപോലെ കമ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കോമ്പറ്റീഷൻ ഇതിന്റെ ഒരു റീസൺ കൊണ്ട് പോകാം. നോക്കിയേ 40% ആർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഇനി 14% ആളുകള് ആ ഹോസ്പിറ്റലിലെ സർവീസ് അതിന് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് അസംതൃപ്തരായിട്ട് പോകാം. ഇപ്പൊ നമ്മള് ചിലപ്പോ അങ്ങനെയുള്ള സംഭവം നിങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഹോസ്പിറ്റലിൽ ചെന്നു അവിടുത്തെ ആ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എന്താ പറയാ അതിൽ അസംതൃപ്തരായിട്ടാ. രേഷ്മ ഇവിടെ ഇട്ടേണ്ട് കേട്ടോ, പഠിച്ചേണ്ട്. നമ്മൾ ചിലപ്പോ ട്രീറ്റ്മെന്റ് അർച്ചന കുറച്ചു പേരൊക്കെ മാറി, മുഹമ്മദ് കുറെ പേര് SS അല്ലെ. നമ്മൾ ചിലപ്പോ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് ആ ട്രീറ്റ്മെന്റിൽ നമ്മൾ ചിലപ്പോ സാറ്റിസ്ഫൈഡ് ആവണമെന്നില്ല. അവിടുത്തെ ഒരു ചികിത്സ നമുക്ക് അത്ര പോരാമെന്ന് തോന്നുമ്പോൾ കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് മാറാം. അതൊക്കെ പേഷ്യൻസിന്റെ ഇഷ്ടം അല്ലെ. ഏത് ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടറെ കാണണം എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. പേഷ്യൻസിനും അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനും തീരുമാനിക്കാം. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ ചെന്നു ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിൽ എന്തെങ്കിലും അസംതൃപ്തി വരികയാണെങ്കിൽ നമുക്ക് പോകാം. അങ്ങനെ 14% ആളുകളും ഹോസ്പിറ്റലിൽ നിന്നും ലീവ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കിയേ ലാസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ, 16%. കണ്ടോ, 68% ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് പോകാനുള്ള ഒരു കാരണം എന്താ നോക്കിയേ, ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കേഴ്സിയസ് സർവീസസ്. കണ്ടോ, റൂഡ് എന്ന് പറഞ്ഞാൽ മര്യാദയില്ലാത്ത അല്ലെ, അല്ലെങ്കിൽ ഡിസ്കേഴ്സിയസ് എന്ന് വെച്ചാൽ മര്യാദയില്ലാത്ത സർവീസ് കാരണം അല്ലേ. അവിടെ ഹോസ്പിറ്റലില് അത് നമുക്ക് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെല്ലുമ്പോ നമ്മൾ ഫ്രണ്ട് ഓഫീസ് മുതൽ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലൊരു ഇത് കിട്ടുമല്ലോ, സർവീസ് കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഒരു മര്യാദ ഇല്ലാത്ത ഒരു സർവീസ് അല്ലെങ്കിൽ റൂഡായിട്ടുള്ള അല്ലെ ഒരു പരുക്കമായിട്ടുള്ള ഒരു ഇത് കാരണം നമുക്ക് 68% ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് പോകാം. ലാസ്റ്റ് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സ് ഈ ഹോസ്പിറ്റലിൽ നിന്നും ലീവ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം ഏതാണ്? എന്ത് കാരണം മൂലം കൂടുതൽ ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് മാറുന്നത് എന്ത് കാരണമാണ്? ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കേഴ്സിയസ് സർവീസസ്. അണ്ടർലൈൻ ചെയ്ത എല്ലാവരും അണ്ടർലൈൻ ചെയ്തതാണ് കേട്ടോ. ലാസ്റ്റ് എന്തൊക്കെ റീസൺസ് ആണെന്ന് ചോദിക്കാം. കസ്റ്റമേഴ്സ് ലീവ് ചെയ്യാനുള്ള റീസൺസ് ഏതാണെന്ന് ചോദിക്കാം. അത് കൂടാതെ ലാസ്റ്റ് പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് റീസൺ ആണ് അതല്ലേ, 68% ആളുകളും ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞ എന്താ, അവിടെ മര്യാദയില്ലാത്ത സർവീസ് കാരണം, ഇനി അവിടുത്തെ പെരുമാറ്റം കാരണം. അതാണ് 68% ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് പോകാനുള്ള കാരണം. ഓക്കെ, അത് ലാസ്റ്റ് പ്രത്യേകം അണ്ടർലൈൻ ചെയ്തിടാം.
ഇനി നോക്കിയേ, ദ കസ്റ്റമേഴ്സ് വാണ്ട് യു ടു. നമ്മൾ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ഗസ്റ്റുകള് ഇവരെല്ലാവരും എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? ഒരു ഫ്രണ്ട് ഓഫീസിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ? ഇത് നോക്കണ്ട കേട്ടോ, ഇതിൽ കുറച്ച് പോയിന്റ് ഉണ്ട്. അല്ലാതെ എന്താ നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഫ്രണ്ട് ഓഫീസിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒന്നോ രണ്ടോ പേരൊന്ന് മെസ്സേജ് ഇട്ടേ നോക്കട്ടെ. ഇതിന്റെ പോയിന്റ് പറയണ്ട, നിങ്ങളുടെ മനസ്സിൽ തോന്നിയത്. നിങ്ങൾ എന്തൊക്കെയാ ആഗ്രഹിക്കുന്നത്? നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ലാണ്, ആദ്യം നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ചെല്ലാണ്, നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. ഓക്കെ, വെരി ഗുഡ്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് വേണം, നല്ല പെരുമാറ്റം വേണം, ഗുഡ് അറ്റ്മോസ്ഫിയർ വേണം, ഓക്കെ, ഗുഡ് ട്രീറ്റ്മെന്റ് വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കണ്ടല്ലേ? അപ്പൊ എന്തൊക്കെയാന്ന് നോക്കിയേ. ഹെൽപ്പിംഗ് മെന്റാലിറ്റി വേണം, റെസ്പോൺസിബിലിറ്റി വേണം, ഫെസിലിറ്റീസ് വേണം. ഓക്കെ കുറെ മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? നോക്കി എന്തൊക്കെയാന്ന് നോക്കി അവിടെ കൊടുത്തേക്കണത്. ഫസ്റ്റത്തെ നോക്കി അഫോർഡബിൾ ആയിരിക്കണം അല്ലെ? നമുക്ക് താങ്ങാവുന്നതായിരിക്കണം. അതൊരു ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഭയങ്കര കത്തിയാന്ന് നമ്മൾ പറയും. നമുക്കൊരു ചെറിയ ട്രീറ്റ്മെന്റിന് കുറെ കാശായി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്കത് പറ്റുമോ അല്ലെ? അതാണ് നമുക്ക് അഫോർഡബിൾ ആയിരിക്കണം. അപ്രോച്ച് വിത്ത് എ സ്മൈൽ. ഓക്കെ, വെരി ഗുഡ്. നല്ല ചിരിയോടുകൂടി നമ്മളെ സമീപിക്കണം. അതൊക്കെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെല്ലുന്നത് അല്ലെ? ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാന്ന് നോക്കിയേ. ഫസ്റ്റത്തെയാണ് ഗ്രേറ്റ്. ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഉപചാരപൂർവ്വം സ്വീകരിക്കുക. ഒന്ന് മലയാളം എഴുതി വെച്ചോ കേട്ടോ, അവിടെ അറിയില്ലാത്തവരെന്ന് എഴുതി വെച്ചോ. എങ്ങനെ നമ്മൾ സ്വീകരിക്കണം? നല്ല ഉപചാരപൂർവ്വം സ്വീകരിക്കുക. ഡീപ് മൈൻഡോട് കൂടി ഉപചാരപൂർവ്വം സ്വീകരിക്കുക. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളെ നമ്മൾ എങ്ങനെയാ, അവർക്ക് ഒരു വലിയ ഇത് കൊടുക്കാതെ ചുമ്മാ കയറി വാ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, പിന്നെ അവരങ്ങോട്ട് വരാൻ തോന്നൂല അല്ലെ? നമുക്കാണെങ്കിൽ തോന്നൂല. നമ്മളിപ്പോ ഒരു ഗസ്റ്റുകൾ നമ്മുടെ വീട്ടിലൊക്കെ വരും എന്ന് പറയുമ്പോൾ നമ്മളെങ്ങനെയാ, നമ്മുടെ ഒരു ആതിഥ്യ മര്യാദ ഇല്ലേ അല്ലെ? നമ്മളൊരു നല്ലൊരു എന്താ പറയാ, വരുന്ന ഗസ്റ്റുകളെ നമ്മൾ നല്ല രീതിയിൽ അല്ലെ അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല രീതിയിലല്ലേ നമ്മൾ അവരെ സ്വീകരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ അവരെ പേഷ്യൻസിനെ സ്വീകരിക്കുന്ന ഫ്രണ്ട് ഓഫീസാണ് അല്ലെ? അപ്പൊ അങ്ങനെ സ്വീകരിക്കണം. അവരെ നല്ല ഉപചാരപൂർവ്വം സ്വീകരിക്കുക. അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ വെൽക്കം തന്നെ ചെയ്തുകൊണ്ട് അല്ലെ അവരെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ അവരെ സ്വീകരിക്കാം. രണ്ടാമത്തെ നോക്കി വാല്യൂ. വാല്യൂ എന്ന് പറഞ്ഞെന്താ? മൂല്യം അല്ലെ? അവർക്ക് എന്ത് വേണം? വരുന്ന എല്ലാ പേഷ്യൻസിനെയും മൂല്യത്തോടു കൂടി സ്വീകരിക്കുക, വാല്യൂ കൊടുക്കുക. എല്ലാ പേഷ്യൻസിനും വാല്യൂ കൊടുക്കുക. അവിടെ നമുക്ക് പാർഷ്യാലിറ്റി ഒന്നും കാണിക്കാൻ പാടില്ല അല്ലേ? പാർഷ്യാലിറ്റി കാണിക്കാമോ? 10 പേര് വന്നാൽ 10 പേർക്കും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം അല്ലേ? മൂല്യത്തോടു കൂടി വാല്യൂ, എല്ലാവർക്കും വാല്യൂ കൊടുക്കണം. മൂല്യത്തോടു കൂടി സ്വീകരിക്കുക. അടുത്ത് നോക്കി ഹെൽപ്പ്. മൂന്നാമത്തെ ഉണ്ടോ? പുതിയതായി വരുന്ന പേഷ്യൻസ് അല്ലെ? അപ്പൊ ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് ചില ഐഡിയ ഒന്നും ഉണ്ടാവണമെന്നില്ല. 1-2 പ്രാവശ്യം അത് പോയി കഴിയുമ്പോൾ ശരിയാണ്, നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. ഹോസ്പിറ്റൽ എന്താണ്, ഓരോ സെക്ഷനുകൾ എവിടെയാണ്, ഡോക്ടർ എവിടെയാണ്, ഫാർമസി എവിടെയാണ് അല്ലേ, അങ്ങനെ ഇപ്പൊ ഡയഗ്നോസ്റ്റിക് ലാബോ അതൊക്കെ എവിടെയാണ്, ഇതിനെക്കുറിച്ച് ഒന്നും നമുക്ക് അറിയണ്ടാവില്ല ആദ്യമായിട്ട് നമ്മൾ ചെല്ലുന്നത് അല്ലെ? അപ്പൊ എന്താ പറയാ, പുതിയതായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഹോസ്പിറ്റലിനെ പറ്റി അവർക്ക് യാതൊരു ഐഡിയ ഇല്ലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? അവരെ ഹെൽപ്പ് ചെയ്യണം. അവരിപ്പോ എന്തെങ്കിലും നമ്മളോട് ചോദിക്കുവാണ് അല്ലെ, എന്തെങ്കിലും ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറി അത് നടത്തുവാണെങ്കിൽ നമ്മൾ എങ്ങനെ വേണം? അവരെ ഹെൽപ്പ് ചെയ്യണം അല്ലെ? അപ്പൊ നമ്മൾ ആഗ്രഹിക്കണല്ലേ നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന്. ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളത് ഹെൽപ്പ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. പിന്നെ അടുത്ത നോക്കി ലിസൺ. ലിസൺ, കേൾക്കുക. നമ്മളെ കേൾക്കണ്ടേ? ശ്രദ്ധാപൂർവം കേൾക്കണം. നമ്മൾ എന്താ പറയണേന്നുള്ളത് ശ്രദ്ധാപൂർവം കേൾക്കണം. അല്ലാതെ അവര് പറയുന്നത് മാത്രമല്ല, നമുക്കും കൂടി പറയുന്നതിനുള്ള ഒരു ഇത് വേണ്ടേ? അവിടെ ഒരു ഓപ്ഷൻ വേണ്ടേ അല്ലേ? അപ്പൊ നമ്മളെയും കൂടി കേൾക്കണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടി കേൾക്കണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ലിസൺ. അടുത്ത നോക്കി ഇൻവൈറ്റ് ബാക്ക്. ഇൻവൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തിരികെ ക്ഷണിക്കുക. എന്താ തിരികെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പുകളൊക്കെ എടുക്കൂലേ?
ഇപ്പൊ വന്ന് ഡോക്ടറിനെ കണ്ട് ഇപ്പൊ 3 ദിവസം മരുന്ന് കഴിച്ച് വീണ്ടും വരാനൊക്കെ പറയും. അല്ലെങ്കിൽ അതിന്റെ ഇതിപ്പോ എല്ലാ സർജറിയോ അതൊക്കെ കാര്യങ്ങളും ചെയ്തിട്ടൊക്കെ ആണെങ്കിലും ഈ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യാൻ പറഞ്ഞൊക്കെ ഇത് അല്ലെ അങ്ങനെ ഫോളോ അപ്സുകള് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരാം. ഒരു പ്രാവശ്യം ട്രീറ്റ്മെന്റ് എടുത്ത് അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല അല്ലെ. ഫോളോ അപ്പുകള് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ കോളുകളിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജുകളിലൂടെയൊക്കെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കറക്റ്റ് സമയത്തൊക്കെ എന്റെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാറില്ലേ, ഇന്ന ദിവസം നിങ്ങളുടെ ഇതിന്റെ സമയമായിട്ടുണ്ട്, അപ്പൊ മോർണിംഗ് നിങ്ങൾ ഇത്ര സമയമാകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ എത്തണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറില്ലേ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് ഇടും അല്ലേ. ഫോളോ അപ്പ് ഇപ്പൊ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളോട് ചെല്ലാൻ പറയുകയാണെങ്കിൽ അപ്പൊ തലേദിവസം നിങ്ങൾക്ക് വീണ്ടും ഡോക്ടറിന്റെ കൺസൾട്ടന്റ് ചെയ്യുന്ന ഡേറ്റ് ആണ് നാളെ, അപ്പൊ മോർണിംഗ് ഇത്ര ടൈമിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മെസ്സേജുകളിലൂടെയോ അല്ലെങ്കിൽ ഫോണിലൂടെയൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ് ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അതും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻവൈറ്റ് ബാക്ക്, ഇന്ന ദിവസം അപ്പോയിന്റ്മെന്റ് ആണ്, അന്ന് നിങ്ങൾ വരണം, ഇത്ര ടൈം ആകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ എത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു മെസ്സേജോ അല്ലെങ്കിൽ ഫോൺ കോളുകളൊക്കെ തരും. അതും നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ഫ്രണ്ട് ഓഫീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ, ചോദിക്കാറുണ്ട് കേട്ടോ. ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഒരു കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണം? അവരെ ഉപചാരപൂർവ്വം സ്വീകരിക്കുക, ഓരോ പേഷ്യൻസിനും മൂല്യം കൊടുക്കുക, അവരെ സഹായിക്കുക, ലിസൺ അവരെ കേൾക്കുക, ഇൻവൈറ്റ് ബാക്ക് അവരെ തിരികെ വിളിക്കുക. പോയിന്റ്സ് കിട്ടിയോ? 5 ഗേറ്റ് വാല്യൂ, ഹെൽപ്പ്, ലിസൺ, ഇൻവൈറ്റ് ബാക്ക്. ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോരാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലായില്ല അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് മെസ്സേജ് ചെയ്തിടണം കേട്ടോ. മിസ് ഒന്നുകൂടി പറയണം എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് പറയുമ്പോൾ 1-2 പേരൊക്കെ ഇവിടെ തപ്പിടുണ്ട്, ലിസ്റ്റ്. അപ്പൊ ഞാൻ നെക്സ്റ്റ് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും കേട്ടോ. ഇപ്പൊ ആരും ഇത് എന്താ പറയാ ചോദിച്ചാ അങ്ങനെ ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവാത്ത ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടേക്കാം കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ ക്ലിയർ ചെയ്ത് തന്നെ പോകാം. 1-2 മെസ്സേജ് ഇങ്ങനെ ഓക്കെ എന്ന് പറയുമ്പോ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. അതില് മനസ്സിലായവര് ഇട്ടില്ലെങ്കിൽ പോലും മനസ്സിലാവാത്തവര് തീർച്ചയായിട്ടും ഇടുക കേട്ടോ, മെസ്സേജ് ഒന്ന് ഇട്ടേക്കാം. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് ഏരിയാസ് ഏതൊക്കെയാണ്. ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ, OPD ഏരിയ അല്ലെ. അതായത് ഏതൊക്കെ ഏരിയകളാണ് ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഏരിയകൾ ചോദിക്കാറുണ്ട് കേട്ടോ. അത് 3 പോയിന്റും നിങ്ങൾ നോട്ട് ചെയ്യുക. ഏതൊക്കെ ഏരിയാസ് ആണ് ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്നത്? ഏരിയ കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ, OPD ഏരിയ. അതിന്റെ കീഴിൽ വരുന്നത് ഏതാ? മെയിൻ റിസപ്ഷൻ. നമ്മൾ ഫസ്റ്റ് ചെല്ലൂലേ, പ്രധാനപ്പെട്ട റിസപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന മെയിൻ രജിസ്ട്രേഷൻ ഏരിയ, റിസപ്ഷൻ ഉണ്ട്. അടുത്ത നോക്കിയേ, കൺസൾട്ടേഷൻ റൂം. ഡോക്ടർ കൺസൾട്ട് ചെയ്യൂലേ നമ്മളെ, ചീട്ടൊക്കെ എടുത്ത് ഓരോ ഡോക്ടേഴ്സിനും ഓരോ റൂമുകളില്ലേ, കൺസൾട്ടേഷൻ റൂമുകളില്ലേ, അതൊക്കെ ഈ ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്നതാണ്. OPD ഏരിയയില് കീഴിൽ വരുന്നതാണ്. ഓരോ ഡോക്ടർമാരും ഇപ്പൊ എല്ലായിടത്തും വരുന്നല്ലോ, ഓരോ ഡോക്ടർമാർക്ക് കൺസൾട്ടേഷൻ റൂം ഉണ്ടാവും. നമ്മൾ ഏത് ഡോക്ടറെ കാണണമെന്ന് വെച്ചാൽ അതിന്റെ ഫ്രണ്ടിൽ നമ്മൾ പോയി വെയിറ്റ് ചെയ്യണം അല്ലേ. അവിടെ ചെയറൊക്കെ ഇട്ടിട്ടുണ്ടാവും, അവിടെ പോയി വെയിറ്റ് ചെയ്യണം. നമ്മുടെ നമ്പർ ആവുമ്പോ വിളിക്കും, നമുക്ക് കയറി ഡോക്ടറിനെ കണ്ടു പോരാം. അങ്ങനെയല്ലേ? രണ്ടാമത്തെ ഏതാണ്? ഫ്രണ്ട് ഓഫീസിന് കീഴിൽ വരുന്ന കൺസൾട്ടേഷൻ റൂം. മൂന്നാമത്തെയാണ് ഡയഗ്നോസ്റ്റിക് റൂം. ഡയഗ്നോസിസ്, രോഗനിർണയം നടത്തണം. എന്തൊക്കെയാണ് ഇപ്പൊ ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടർ വേണമെങ്കിൽ നമുക്ക് സ്കാനിങ്ങിന് ഇടും അല്ലേ, അല്ലെങ്കിൽ എക്കോ എടുത്തോണ്ട് വരാൻ പറയും, ECG എഴുതും. അങ്ങനെ എന്തെങ്കിലും സാമ്പിൾ കളക്ഷൻ, ബ്ലഡോ യൂറിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ എഴുതും. അത് ഡയഗ്നോസ്റ്റിക് ഏരിയയും ഈ ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന. ഒന്നുകൂടി നോക്കി ഏതൊക്കെയാണ്? മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂം, ഡയഗ്നോസ്റ്റിക്. 3 ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്നതാണ്. കിട്ടിയില്ലേ?
മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂം, ഡയഗ്നോസ്റ്റിക്. ഇനി ആ ഡയഗ്നോസ്റ്റിക് എന്നുള്ളത് ഒന്ന് നോക്കിയേ. അവിടെ നിങ്ങൾക്ക് നോക്കിയേ ECG എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. എന്താണ് ECG? മിക്കവർക്കും അറിയാം. എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം. അറിയില്ലാത്തവരൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഇലക്ട്രോ ELECTRO ഇലക്ട്രോ കാർഡിയോ CARDIO കാർഡിയോഗ്രാം GRAM ഇലക്ട്രോ കാർഡിയോഗ്രാം ECG എഴുതി വെച്ചോട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോ. എക്കോ എന്താ? എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോഗ്രാം ECHO കാർഡിയോഗ്രാം CARDIO GRAM. ഇനി MRI സ്കാൻ ഒക്കെ ഇല്ലേ? CT സ്കാൻ, MRI സ്കാൻ ഒക്കെ സ്കാനിങ്. MRI എന്താ? മാഗ്നറ്റിക് MAGNETIC മാഗ്നറ്റിക് റെസൊണൻസ് RESONANCE മാഗ്നറ്റിക് റെസൊണൻസ്. I എന്താണ്? ഇമേജിംഗ് IMAGING ഇമേജിംഗ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇമേജിംഗ് എന്നാട്ടോ. ഇമേജ് നമ്മുടെ ഇമേജ് കാണിക്കല്ലേ? ഇമേജിംഗ് IMAGING ഇമേജിംഗ്. എന്നോട് പറയാം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് MAGNETIC മാഗ്നറ്റിക് റെസൊണൻസ് RESONANCE ഇമേജിംഗ് IMAGING. ഏതാണോ? ഒന്നുകൂടി പറയാമോ? സ്പെല്ലിങ് ക്ലിയർ ആയില്ല. ഏതാണ്? MRI ആണോ? MRI ആണോ? ഓക്കെ ഓക്കെ. മാഗ്നറ്റിക് MAGNETIC ഇവിടെ നിങ്ങൾക്ക് ഇട്ടേണ്ട കേട്ടോ. മാഗ്നറ്റിക് റെസൊണൻസ് RESONANCE. നിങ്ങൾക്ക് ഫോണിലൊന്ന് അടിച്ചു കൊടുത്താലും മതി. ഫുൾ ഫോം ഓഫ് MRI അടിച്ചു കൊടുത്താലും കിട്ടും കേട്ടോ. ഇമേജിംഗ് IMAGING. ഇനി എക്കോയുടെ പറഞ്ഞത് എക്കോ കാർഡിയോഗ്രാം. എക്കോയുടെ ഫുൾ ആട്ടോ. എക്കോ കാർഡിയോഗ്രാം. എക്കോ കാർഡിയോഗ്രാം. അശ്വതി അച്ചോക്കത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എക്കോ കാർഡിയോഗ്രാം. പിന്നെ CT സ്കാൻ. അടുത്ത് നോക്കിയേ. CT സ്കാൻ എന്താ? കമ്പ്യൂട്ടർ ടൊമോഗ്രഫി സ്കാൻ. കമ്പ്യൂട്ടർ ടൊമോഗ്രഫി COMPUTED കമ്പ്യൂട്ടർ ടൊമോഗ്രഫി TOMOGRAPHY ടൊമോഗ്രഫി സ്കാൻ. CT സ്കാൻ. ഇത് നിങ്ങൾക്ക് റേഡിയോളജിയിൽ പഠിക്കാനുണ്ട് കേട്ടോ. ഇമേജിംഗ് ടെക്നോളജികൾ എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, CT സ്കാൻ ഉണ്ട്, MRI സ്കാൻ ഉണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ നമുക്ക് റേഡിയോളജി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. CT കമ്പ്യൂട്ടർ ടൊമോഗ്രഫി സ്കാൻ. അപ്പൊ ഞാൻ അവിടെ ചോദിക്കും കേട്ടോ. MRIയും ചോദിക്കും, CTയും ചോദിക്കും. MRI എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. CT സ്കാൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടൊമോഗ്രഫി സ്കാൻ. സാമ്പിൾ കളക്ഷൻ. ഇതെല്ലാം ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ്? മെയിൻ റിസപ്ഷൻ ഉണ്ട് അല്ലേ? എന്തിനാണ് മെയിൻ റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കാൻ അല്ലേ? അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ എടുക്കാനായിട്ട് ഒരു റിസപ്ഷൻ ഉണ്ട്, മെയിൻ റിസപ്ഷൻ ഉണ്ട്. പിന്നെ കൺസൾട്ടേഷൻ അല്ലേ? കൺസൾട്ടിന് വേണ്ടി, അതായത് നമ്മൾ ഡോക്ടറിനെ കാണൂലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസൾട്ടേഷൻ റൂം ഉണ്ട്. പിന്നെ ഡയഗ്നോസ്റ്റിക് ഏരിയയും ഉണ്ട്. ഇനി നെക്സ്റ്റ് ഹെഡിങ് നോക്കിയേ. അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. എന്തൊക്കെയാണ് നമ്മൾ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? വെല്ലുവിളികൾ അല്ലെ? ഒരു ഫ്രണ്ട് ഓഫീസിലെ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് നേരിടേണ്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്?
നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഫ്രണ്ട് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവര് എന്തെങ്കിലും ഇങ്ങനെ ചലഞ്ചസ് ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടോ? എന്താണ് ഹെഡിങ്? എന്താ പറയുന്നത്? ഫ്രണ്ട് ഓഫീസിലെ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാ? ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? വെല്ലുവിളികൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ഓക്കെ, ഫസ്റ്റ് മാനേജിങ് പേഷ്യൻസ് ഇമോഷൻസ്. പേഷ്യൻസിന്റെ ഇമോഷൻസ് മാനേജ് ചെയ്യണം. നമ്മുടെ മുന്നിൽ വന്നേക്കുന്ന പേഷ്യൻസ് എല്ലാവരും ഒരേ മൈൻഡോട് കൂടിയാണോ? പല ഫീലിങ്സ് ആയിരിക്കും അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം തന്നെ പറഞ്ഞില്ലേ, അവര് ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോ അവര് ക്യൂരിയസ് ആയിട്ട് അല്ലെ, ആകാംക്ഷയായിട്ട് അങ്ങനെയൊക്കെ പല ഇതായിട്ടായിരിക്കും, ടെൻഷൻ ആയിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അവർക്കുള്ള ഇമോഷൻസ് എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അപ്പൊ ഏത് രീതിയിലുള്ള പേഷ്യൻസ് ആണ് നമ്മുടെ മുന്നിൽ വരുന്നത്, എന്ത് ചെയ്യണം? അവര് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം കേട്ടോ. പേഷ്യൻസിന്റെ ഇമോഷൻസ് മാനേജ് ചെയ്യണം. മനസ്സിലായോ? ഒന്നാമത്തെ എന്താ? ഒരു ചലഞ്ചാണ്. അപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പേഷ്യൻസ് എങ്ങനെയാണ്? ഒത്തിരി സങ്കടമായിട്ട് വന്നു നിൽക്കണത്, ടെൻഷനായിട്ട് വന്നു നിൽക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ എന്താണ് അവർക്കുടെ ഇമോഷൻ? നമ്മുടെ മുന്നിലുള്ള പേഷ്യൻസിന്റെ ഇമോഷൻസ് എന്താണ്, അതനുസരിച്ച് കൈകാര്യം ചെയ്യണം. അത് ഒരു ചലഞ്ചാണ് കേട്ടോ. അടുത്ത നോക്കിയേ, ഹാൻഡിലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിൻ ഫോൺ എറ്റിക്വിറ്റീസ്. എറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ മര്യാദകള്. കോൾ വോളിയം ഹാൻഡിൽ ചെയ്യുക, അതായത് ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന കോളുകളില്ലേ, നമ്മൾ കോൾ ചെയ്യല്ലേ ഇപ്പൊ അപ്പോയിന്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് കോളൊക്കെ ചെയ്യല്ലേ? അപ്പൊ അങ്ങനെയുള്ളത് അതാണ് ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്ന കോളുകള് കൃത്യമായി അറ്റൻഡ് ചെയ്യുക. കണ്ടോ? അത് മാനേജ് ചെയ്യുക. കോൾ വോളിയം, ഹാൻഡിലിംഗ് കോൾ വോളിയം, അതായത് ഫ്രണ്ട് ഓഫീസിലേക്ക് അപ്പോയിന്റ്മെന്റിനൊക്കെ ആയിട്ട് വരുന്ന ഏത് ഫോൺ ആണെങ്കിലും അത് എന്ത് ചെയ്യുക? നമ്മൾ അത് നല്ല രീതിയിൽ തന്നെ ഡീൽ ചെയ്യുക, അത് കൈകാര്യം ചെയ്യുക. ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വിറ്റീസ്. ഫോൺ എറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ ഫോൺ മര്യാദകൾ പാലിക്കുക അല്ലേ? നമ്മള് സാർ എന്നൊക്കെ പറഞ്ഞല്ലേ തുടങ്ങണേ, അല്ലെ മാഡം, അല്ലെ മാം എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ തുടങ്ങണേ. അല്ലാതെ ഞാൻ ഇപ്പൊ എന്താ പറയാ, നമ്മൾ വിളിക്കുമ്പോഴാണെങ്കിലും ഇന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളൊരു അപ്പോയിന്റ്മെന്റിലേക്ക് വിളിക്കുമ്പോൾ ആ ഹോസ്പിറ്റലാണെന്ന് പറയൂലേ അവരാദ്യം തന്നെ അല്ലേ? അല്ലെങ്കിൽ ഇന്ന ഹോസ്പിറ്റലാണെന്ന് ഉള്ളത് ആദ്യം തന്നെ. അതൊരു ഫോൺ മര്യാദയാണ്. അപ്പൊ നിങ്ങളാണെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ ചാടിക്കയറി പറയാതെ ആദ്യം എന്ത് ചെയ്യണം? ഇപ്പൊ ഞാനിവിടെ നിന്ന് ബിന്ദുവിന് വിളിക്കുകയാണ്, അപ്പൊ ആരെ എടുക്കണേന്ന് എനിക്ക് അറിയോ? വേറെ ആരെങ്കിലും സ്നേഹിയാണ് കേട്ടോ. എപ്പോഴും ബിന്ദുവിന് പറയണ്ടല്ലോ, ഞാൻ ഇവിടെ കാണുന്ന ഒരു പേരങ്ങ് വിളിച്ച നപ്പിയോ മച്ചോ ആരെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ മഞ്ജുവിന് വിളിക്കുകയാണെങ്കിൽ ഞാൻ വേഗം തന്നെ ഹലോ എന്ന് പറഞ്ഞ് വർത്താനം പറയല്ലോ ചെയ്യേണ്ട. ഫോൺ മര്യാദ എന്താ? ഹലോ മഞ്ജു ആണോ? ഞാൻ ഇന്ന ആളാണ് വിളിക്കുന്നത്, അങ്ങനെയല്ല ആദ്യം പറയണ്ടേ? അങ്ങനെ പറയോ? എത്ര പേര് പറയും അങ്ങനെ? ചിലര് ഫോണ് ഹലോ അവിടുന്ന് ഫോൺ എടുത്തപ്പോഴത്തേക്ക് വിശേഷങ്ങൾ പറയും. നമ്മൾക്ക് കിട്ടേണ്ട ആളാണോ എന്ന് പോലും നോക്കാതെ അല്ലെ? ചിലപ്പോ അവർക്കടെ അമ്മയോ അല്ലെങ്കിൽ വേറെ വീട്ടിലാരെങ്കിലും ഒക്കെ ആയിരിക്കും ചിലപ്പോ എടുത്തേക്കട. ആദ്യം ഒരു ഫോൺ മര്യാദ എന്ന് പറഞ്ഞാൽ എന്താ? ഹലോ, ഇന്ന ആളാണോ? ഞാൻ ഇന്ന ആളെ വിളിക്കുന്നേ, അല്ലെങ്കിൽ മഞ്ജുവിനെ ഒന്ന് വിളിക്കുവോ, അല്ലെങ്കിൽ നവ്യനെ ഒന്ന് വിളിക്കോ, നവ്യാണോ എന്ന് ചോദിച്ച് നമ്മുടെ മുന്നിൽ നമ്മൾ വിളിക്കേണ്ട ആള് കൺഫേം ചെയ്തിട്ട് ബാക്കി വിശേഷം നമ്മൾ പറയണേ അല്ലേ? ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? കേട്ടോ, അതുപോലെ നമ്മൾ ആ ഫോൺ മര്യാദകൾ പാലിക്കുക. നിങ്ങൾക്കറിയാലോ, നമ്മളിപ്പോ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോ അവർക്ക് അതിനുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, എങ്ങനെ നമ്മളോട് ഡീൽ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത്. അപ്പൊ ഫോൺ മര്യാദകൾ പാലിക്കുക. നെക്സ്റ്റ് നോക്കിയേ, മാനേജിങ് പേഷ്യൻസ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യൻസ് ഫ്ലോ. കേട്ടോ, മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈം, പേഷ്യൻസിന്റെ വെയിറ്റ് ടൈം മാനേജ് ചെയ്യുക. അതായത് നമ്മൾ ആ കറക്റ്റ് ടൈം ഒക്കെ കൊടുക്കണ്ടേ അല്ലെ? അപ്പോയിന്റ്മെന്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് പറയാണ് 9:00 വന്നാൽ മതി അല്ലെ, അല്ലെങ്കിൽ 10 മണിക്ക് വന്നാൽ മതി. ഇപ്പൊ ഓരോ പേഷ്യൻസിനും ആ നമ്പർ അനുസരിച്ച് അവര് ടൈമും കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ ടൈം പറഞ്ഞില്ലെങ്കിൽ രാവിലെ മുതൽ വന്നിരിക്കും. ഇപ്പൊ 100ാമത്തെ നമ്പർ ആണെങ്കിൽ രാവിലെ 8 മണിക്ക് വന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അതായത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന നമ്പർ അനുസരിച്ച് ആ ടൈമും കറക്റ്റ് ആയിട്ട് കൊടുക്കണം. അതുപോലെ പേഷ്യൻസ് ഫ്ലോ നിയന്ത്രിക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് പേഷ്യന്റ് ഫ്ലോ നിയന്ത്രിക്കാൻ പറ്റും അല്ലെ? അതായത് ഓരോ പേഷ്യൻസിന്റെ നമ്പർ അനുസരിച്ച് ഇത്ര ടൈം കൊടുക്കുമ്പോൾ നമുക്ക് ആ ടൈം ആകുമ്പോഴത്തേക്ക് ചെന്നാൽ മതി. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ് ആണ് കംപ്ലൈന്റ് റിസൊല്യൂഷൻ. കംപ്ലൈന്റ്സ്, പരാതികൾക്ക് പരിഹാരം കാണുക. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ്. അവരെന്തെങ്കിലും കംപ്ലൈന്റ്സ് പറഞ്ഞാൽ നമുക്കതൊരു സൊല്യൂഷൻ നമ്മളത് കാണണം. കംപ്ലൈന്റ് റീസൊല്യൂഷൻ എന്ന് വെച്ചാൽ പരാതി പരിഹാരം.
നമ്മൾ കേട്ടാൽ മാത്രം പോരാ, അതിനൊരു സൊല്യൂഷനും നമ്മളത് അതില്ലെങ്കിൽ അത് ക്ലിയർ ആക്കി കൊടുക്കണം. പരാതികൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം. അതും ഈ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന സ്റ്റാഫ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ്. 4 പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. മാനേജിങ് പേഷ്യന്റ് ഇമോഷൻ, പേഷ്യൻസിന്റെ ഇമോഷൻസ് കൈകാര്യം ചെയ്യുക, ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വറ്റ്, കോൾ വോളിയം കൈകാര്യം ചെയ്യുക, ഫോൺ മര്യാദകൾ പാലിക്കുക, പേഷ്യൻസിന്റെ വെയിറ്റിംഗ് ടൈം മാനേജ് ചെയ്യുക, പേഷ്യൻസിന്റെ ഫ്ലോ നിയന്ത്രിക്കുക, കംപ്ലൈന്റ് റെസൊല്യൂഷൻ, പരാതികൾക്കുള്ള പരിഹാരം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യൂ കേട്ടോ. ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ.